ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയി. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാനായി പ്രശാന്ത് കൃഷ്ണ തുടരുന്നുണ്ട്. പ്രശാന്ത് കൃഷ്ണ, ഈ കേസുമായി ബന്ധപ്പെട്ട പശ്ചാത്തലം കൂടി ഈ സാഹചര്യത്തിൽ നമുക്ക് ഏതായാലും ഭക്തജനങ്ങൾ ഇത് ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല എങ്കിൽ കൂടി നമുക്ക് പ്രേക്ഷകരോട് ആ പശ്ചാത്തലം കൂടി ഒന്ന് പങ്കുവയ്ക്കാം. 2025 സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ കേസ്, അതുമായി ബന്ധപ്പെട്ട കേസ് വരാനിടെ ഈ അയ്യപ്പ സംഗമത്തിന്റെ തിരക്ക് നടക്കുന്ന സമയത്താണ് ഈ ദ്വാരപാല ശില്പത്തിന്റെ പാളി സ്വർണം പൂഴ്ത്താനായി തീരുമാനമെടുത്ത് അത് നടപ്പാക്കുകയും ചെയ്യുന്ന വിഷയം പുറത്തു വരുന്നത്. ഇതിന്റെ പശ്ചാത്തലം എന്നത് 2024 ദ്വാരപാല ശില്പത്തിന്റെ പാളി സ്വർണം പൂഴ്ത്താൻ, അതായത് 19 സ്വർണം പൂഴ്ച ദ്വാരപാല ശില്പത്തിന്റെ പാളി പിന്നീട് സ്വർണം പൂഴ്ത്താൻ വീണ്ടും 2024 തീരുമാനിക്കുന്നു. ആ മണ്ഡലകാലത്ത് നടക്കുന്നില്ല. കാരണം മണ്ഡലകാലത്ത് നടപ്പാക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് അപ്പോൾ അത് നടക്കുന്നില്ല. അന്ന് തന്ത്രിയുടെയൊക്കെ അനുജ്ഞയാണ് ഇത് നടപ്പാക്കാനൊക്കെ തീരുമാനിച്ചത്. പക്ഷേ പിന്നീട് ഇപ്പോൾ 2025 കഴിഞ്ഞ വർഷം 2025 ഈ തീരുമാനം അന്നത്തെ ബോർഡ് PS പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ബോർഡ് ഈ തീരുമാനമെടുക്കുന്നു. അത് പ്രകാരം ദ്വാരപാല ശില്പത്തിന്റെ പാളി അഴിച്ചെടുത്ത് സ്വർണം പൂഴ്ത്താനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനമെടുക്കുന്നു. ഇതേ തുടർന്ന് ഇത് നടപ്പാക്കുന്നു. ശില്പത്തിന്റെ ആകെ തൂക്കവും സ്വർണത്തിന്റെ അളവും കൃത്യമായി രേഖപ്പെടുത്തിയാണ് ഇത് നടപ്പാക്കിയെന്നാണ് PS പ്രശാന്ത് പല ഘട്ടത്തിലും പ്രതികരിച്ചത്. അതിന്റെ എല്ലാം വീഡിയോ ദൃശ്യങ്ങളും ഉണ്ട്. അപ്പോഴാണ് ഇക്കാര്യം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചില്ല. സ്പെഷ്യൽ കമ്മീഷണർ എന്ന് പറയുമ്പോൾ ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്നതാണ് സ്പെഷ്യൽ കമ്മീഷണർ. അപ്പോൾ കോടതിയെ അറിയിക്കണം എന്ന ഉത്തരവ് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അതായത് 2025 ഈ ദ്വാരപാല ശില്പത്തിന്റെ പാളി അഴിച്ചെടുക്കുന്നതിന് മുൻപ് തന്നെ ഇങ്ങനൊരു ഉത്തരവ് ഉണ്ടായിരുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ അവിടെ നടപ്പാക്കുന്നെങ്കിലും അത് ഹൈക്കോടതിയെ അറിയിക്കണം, അല്ലെങ്കിൽ സ്പെഷ്യൽ കമ്മീഷണർ അറിഞ്ഞിരിക്കണമെന്നാണ്. അപ്പോഴാണ് അഴിച്ചെടുത്തിയ ശേഷമാണ് അവർ ഈ കാര്യം അറിഞ്ഞത്. അത് പിന്നീട് സ്പെഷ്യൽ കമ്മീഷണർ വിളിച്ചറിയിച്ചപ്പോൾ അദ്ദേഹം റിപ്പോർട്ടായി നൽകിയാൽ മതി എന്ന് പറഞ്ഞു എന്നാണ് PS പ്രശാന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഇവിടെ കോടതി പറയുന്ന കാര്യം എന്താണ്? 2019 സ്വർണ്ണക്കൊള്ള മറയ്ക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ SIT കോടതിയെ ധരിപ്പിക്കുന്ന എന്താണ്, 2019 സ്വർണ്ണക്കൊള്ള മറയ്ക്കുന്നതിന് വേണ്ടിയാണ് 2025 നീക്കം നടന്നതെന്ന്. ആ നിലയിൽ നോക്കുമ്പോൾ അത് ശരിയാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്ന ആർക്കും അത്തരത്തിലൊരു നീക്കം നടന്നിട്ടുണ്ടോ എന്ന് തോന്നിപ്പോവുകയും ചെയ്യും. കാരണം 2025 ഈ ദ്വാരപാല ശില്പത്തിന്റെ പാളി അഴിച്ചെടുക്കും മുമ്പ് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചില്ല എന്നത് കേവലം ഒരു വെറും വീഴ്ചയായി, അല്ലെങ്കിൽ അതൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് പല ഘട്ടത്തിലും PS പ്രശാന്ത് അടക്കമുള്ളവർ പറയുമ്പോഴും ആ തെറ്റ് ബോധപൂർവം ഉണ്ടായതാണോ എന്ന് ചിന്തിപ്പിക്കുന്നത് തന്നെയാണ്. കാരണം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ എന്തുകൊണ്ട് അങ്ങനെ ഒരു നീക്കം നടന്നു എന്നത് വളരെ പ്രധാനമാണ്. എല്ലാം വീഡിയോയിൽ ചിത്രീകരിച്ചു എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ അഴിച്ചെടുക്കുന്ന പാളി നേരെ പോകുന്ന എങ്ങോട്ടാണ്? സ്മാർട്ട് ക്രിയേഷൻസിലാണ്. ഈ സ്മാർട്ട് ക്രിയേഷൻസ് ആണ് 2019 സ്വർണ്ണക്കൊള്ളയിൽ പങ്കുവഹിച്ച സ്ഥാപനം. ഇതിനൊപ്പം തന്നെ ഈ അഴിച്ചു കൊടുക്കുന്നത് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടതാണെങ്കിൽ ഇത്തവണ ഞങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടിട്ടില്ലല്ലോ, ഉദ്യോഗസ്ഥരുടെ എല്ലാം ചേർന്നാണല്ലോ ഇത് എത്തിച്ചത് എന്ന് പറയുമ്പോഴും ഇവിടെ സ്പോൺസറായി ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുന്നു. അപ്പോൾ ഇതിലെല്ലാം തന്നെ ഒരു ഗൂഢാലോചന ഉണ്ട്. ആദ്യം ഒരു ഗൂഢാലോചന നടന്നു.